തുടരും ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക തുടങ്ങിയ നല്ല സിനിമകൾ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് തരുൺ മൂർത്തി. ആ രണ്ട് സിനിമകൾ പോലെ തന്നെ മികച്ച സിനിമ തന്നെയാണ് തുടരും. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാമിലി ഫിലിം ആയിട്ട് തോന്നും. പക്ഷേ ഇതൊരു ഫാമിലി ആക്ഷൻ ത്രില്ലർ എന്ന് പറയാം. ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല. മോഹൻലാലിന്റെ ക്യാരക്ടറുടെ പേര് ഷൺമുഖൻ എന്നാണ്. ഷൺമുഖനും കുടുംബവും പിന്നെ ഷൺമുഖത്തിന്റെ പ്രിയപ്പെട്ട കാറും. സിനിമയുടെ തുടക്കത്തിൽ ഷൺമുഖത്തിന്റെ കാറ് ഒരു ചെറിയ ഇഷ്യൂവിൽ പെടുന്നു. പിന്നീട് ക്ലൈമാക്സ് ആകുമ്പോൾ ഷൺമുഖത്തിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു മേജർ ഇഷ്യൂ ഉണ്ടാകുന്നു. ഇന്റർവെലിന് ശേഷം ഷൺമുഖത്തിന്റെ ഒരു റിയാക്ഷൻ ആണ് സിനിമയുടെ ഇന്റർവെൽ നിൽക്കുന്നത് ഒരു ദൃശ്യത്തിന് സമാനമായ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ദൃശ്യത്തിന്റെ കഥ പോകുന്ന രീതിയിലല്ല ഇതിന്റെ കഥ പോകുന്നത്. ഇന്റർവെലിന് ശേഷം കൂടുതലും ആക്ഷൻ ആണ് സിനിമയിൽ പ്രാധാന്യം. ഇന്റർവെലിന് ശേഷം സിനിമ ഒരു ആക്ഷൻ ഫിലിമിന്റെ രീതിയിലാണ് പോകുന്നത്. മോഹൻലാൽ, പ്രകാശ് വർമ്മ, ബിനു പപ്പു ഇവരാണ് മേജർ റോൾസ് ചെയ്യുന്നത്. പ്രകാശ് വർമ്മയുടെ ക്യാരക്ടർ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ അഭിനയവും വളരെ മികച്ച രീതിയിൽ പ്രകാശ് വർമ്മ ആ റോൾ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസിന് പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. സിനിമ മെജോറിറ്റി പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ്. മോഹൻലാൽ ഫാൻസിനും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമയുടെ മേക്കിംഗ്. തുടക്കം വളരെ ലൈറ്റായിട്ട് ചെറിയ തമാശകളിലൂടെയാണ് പോകുന്നത്. എന്നാൽ ഇന്റർവെൽ മുതൽ സിനിമ ഒരു ആക്ഷൻ ഡ്രാമ രീതിയിലാണ്. മൊത്തത്തിൽ നല്ല സിനിമയാണ്. നല്ലൊരു ഫാമിലി ആക്ഷൻ ഡ്രാമയാണ്. ഒരു റേറ്റിംഗ് 8 out of 10 ആണ്.